കുറച്ചുകൂടെ ക്ലോസിന് ചെയ്തോടാ. അവന്മാരെ വളയേണ്ട രീതിയിലൊന്നും ക്ലോസിന് ചെയ്തോ. അവിടെ തന്നെ ഇനി നിക്കണമെന്നില്ല, മനസ്സിലായ? റൈറ്റ് സൈഡ് നിങ്ങളോട് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞില്ല. അവിടെ വണ്ടി വെച്ച് ജസ്റ്റ് നിന്നാൽ മതി. അവന്മാരെ ആദ്യം കൂടെ ജസ്റ്റ് ഓടിച്ചു പോകത്തുള്ളൂ. ടയർ ഹെലി പോഞ്ഞ നമ്മള് ഒന്നൊന്നര റിപ്പയറിനെ കൊണ്ട് അമാര് പുഷ് ചെയ്യുന്നേ അമാര് ജസ്റ്റ് പുഷ് ചെയ്തില്ല. അമാര് ഇല്ല നിങ്ങള് ജസ്റ്റ് ഒരാൾ പൊട്ടിക്കുന്ന റിപ്പയർ വലിയ റിപ്പയർ അല്ല അവിടെ പൊട്ടിക്കാൻ ആളുണ്ട്. അവിടെ പൊട്ടിക്കാൻ വണ്ടി അടിക്കാൻ ആളുണ്ട്. ഇവിടെ അവര് വരുന്നുണ്ട്. ടയർ പൊട്ടിക്കുന്നില്ലേ നിങ്ങള്? ഇറക്കാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങള് നോക്കുന്നുണ്ട്. റോഡിൽ തന്നെ നിൽക്കണം. അവന്മാര് വരുന്നില്ല. നിങ്ങൾ റിപ്പയർ ചെയ്തോ കഴിഞ്ഞല്ലോ. അവന്മാർ ആ പോസ്റ്റിൽ തന്നെ നിൽക്കും. അതാ എന്റെ മാർക്ക് വീണ്ടും പോടാ തിരിച്ചു ഹെലി ചിലപ്പോ ഹെലി രണ്ടുപേരുണ്ടായിരുന്നു ടിവിയിലെ. ഹെലി പൊട്ടിത്തെറിച്ച് ചാവുന്നുള്ളത് തോന്നിയോണ്ടായിരിക്കും ഒരാൾ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട് റിപ്പയർ ചെയ്യാൻ പോയ ടൈമിൽ. വീണ്ടും പുകഞ്ഞിട്ടുണ്ട്. 2 ഹെലി പുകഞ്ഞിട്ടുണ്ട്. രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് മലയാക്ക്. മലയാക്ക് എന്തായാലും കുറച്ച് ബാക്ക് ഇറങ്ങിയിട്ടാണ് ബാക്കോട്ട് പോകുന്നുണ്ട്. വേറൊന്ന് പൊട്ടിത്തെറിക്കും. നല്ല രീതിയിൽ ചാടി കൊണ്ടുപോയിട്ടുണ്ട് രണ്ടുപേരും. പോകുന്നില്ല. ഒരു ഇടിയിൽ ഡൗൺ ആവും ഉറപ്പായിട്ടും. മലയാക്ക് എന്തായാലും ബാക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. എന്തായാലും താഴോട്ട് ബുള്ളറ്റ് പിന്നാലെ പോകുന്നുണ്ട്. നിന്നടിയാണ് അവിടെ നിന്ന്. ബുള്ളറ്റ് നിന്നടി മനസ്സിലായില്ലേ? അവിടെ നിന്നടി നോക്കിയപ്പോഴത്തേക്കും അവൻ നിന്ന് കൊള്ളട നോക്കിയപ്പോഴത്തേക്കും സൽമാൻ ഫാരിസായി. ടിവിയുടെ ഹെലി പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നില്ല. അതാ ഓക്കെ. വീണ്ടും ഓക്കെ. ടിവിയുടെ ഹെലി പുകഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പുകഞ്ഞിട്ടില്ല. ബുള്ളറ്റ് എന്തായാലും കുറച്ചിട്ടുണ്ട്. ഓക്കെ. ടിവിയുടെ ഹെലി നല്ല രീതിക്ക് പുകയുന്നുണ്ട്. നല്ല രീതിക്ക് ഡാമേജ് ആയിട്ടുണ്ട്. തെറ്റില്ല. ഓക്കെ. ഡൗൺ ഇല്ല ഡൗൺ ആയിട്ടില്ല. എലക്സിന്റെ ഹെലി പുകഞ്ഞിട്ടില്ല. ടി വി ഹെലി എന്തായാലും താഴോട്ട് ഇറക്കുന്നുണ്ട്. ഓക്കെ. റൗണ്ട് 3 ഹാഫ് ടൈം. രണ്ടുപേരും ട്രൈ ചെയ്യുന്നുണ്ട് ഡൗൺ ആക്കാൻ വേണ്ടി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. ഓ അതെന്തൊരു. ഓക്കെ. എലക്സിന്റെ ഹെലി പുകഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അത് ടിവിയുടെ ഹെലിക്ക് ഡാമേജ് കിട്ടി. ഇവ പൊങ്ങി എവിടെ എത്തി നോക്കിയാണ്.
എന്തെങ്കിലും സംഭവിക്കുമോ? ഒണ്ടൗണ് ഫേലക്സ് ഫുഡ് കഴിക്കാൻ ചത്തെന്നാ കാണാ. അടിപൊളി. ചിലപ്പോ നമ്മൾ സ്പെക്ക് ചെയ്യുന്നതിന് മുമ്പേ അവര് തുടങ്ങിയിട്ടുണ്ടാവും. എടാ ഫുഡ് കഴിക്കാൻ ഫേലക്സ് ചത്തെന്നൊക്കെ ചാറ്റി പറയണത്. ഓ ഓ അത് നല്ല രീതിക്ക് കിട്ടിയത് ALX-ന്റെ ഹെലിക്ക്. ഇനി ഇറങ്ങിയില്ലെങ്കിൽ പണി പാളും. ഇത് ഇന്നെങ്ങാനും പൊട്ടുവോ? രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കി ഈ റിപ്പയർ ചെയ്യാൻ പോയിട്ടുണ്ട്. ബാറ്ററി സേവർ ഓണാക്കിടാൻ മറന്നുപോയി. ഈ വാറ് ഇപ്പൊ എങ്ങാനും തീരെ ലക്ഷണമൊന്നുമില്ല കണ്ടിട്ട്. എത്ര മണിക്കൂറായി? അരമണിക്കൂറായില്ലേ? എലിപ്പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. ലൈവ് നിനക്ക് മാസാണ് വേണ്ടത്. നമ്മളെ കമന്റ് എന്തൊരു നിനക്ക് ബോറടിച്ച ചന്ദ്ര നാളെ വരുവാ ചന്ദ്രന്റെ അടുത്ത്. ഒരു താല്പര്യം ഇല്ലാതെ ഇപ്പൊ ഹെലി വെച്ച് പിറ്റ് ചെയ്യുന്നത്. കുനിഞ്ഞില്ല പാലെടുത്ത് കുറച്ചുകൂടെ ക്ലോസ് കുറച്ചുകൂടെ വ്യൂ കിട്ടുമല്ലോ, കാണാൻ ചത്തുപോകും ഇത്ര അടുത്ത് പോയി കഴിഞ്ഞാൽ. രണ്ട് വണ്ടി ഉണ്ട് ഒറിജിന്റെ അവിടെ 2 വണ്ടി ഇറങ്ങിച്ച് മുട്ടാടി പമ്പ് പൊട്ടിത്തെറിക്കില്ല. പമ്പിലല്ലേ ഇപ്പൊ പിടിച്ചത്? നമ്മുടെ POV തോന്നണായിരിക്കും. കുത്തി ALX ഇവിടെ കുതിച്ചിട്ടുണ്ട്. ഓക്കെ പണി പാളി എന്നാണ് തോന്നണത്. വണ്ടി പറഞ്ഞു എന്തോ ആണ് സംഭവം, എനിക്കൊന്നും മനസ്സിലാവില്ല. എല്ലാം സരക്കൊരാളെ കൊന്നു, ദാമൊരാളെ കൊന്നു. എന്റെ പൊന്നി വണ്ടിയുടെ ആ കാട്ടിനിടക്കുള്ളവന്മാരെ വണ്ടി ടയർ ചെറുതായിട്ടൊന്ന് ഫിറ്റ് ചെയ്യാൻ നോക്കി ഹെലി വെച്ച്. ഓക്കെ അയ്യോ ഹെലി ഞാൻ തന്നെ ഡൗൺ ആയിട്ടുണ്ട്. ഹെലിക്ക് എടുത്തിട്ടുണ്ട്. ആ കോള് കിട്ടിയില്ല. വാറല്ലാവും അവരെ ഇറങ്ങി കഴിഞ്ഞ് പുഷ് ചെയ്തപ്പോഴും കോള് ഞാൻ ഇവരെ പിടിക്കാൻ അപ്പുറത്തെ ഒരു വണ്ടിനെ 3 വണ്ടി കയറി ആക്രമിക്കുന്നു. 4 വണ്ടി അത് ക്രൂരമായി മർദ്ദിക്കുകയാണ് വണ്ടികളെ. പപ്പടം ഇറങ്ങി അടിക്കുന്നു, ടയർ പൊട്ടിക്കാൻ നോക്കുന്നു, പൊട്ടുന്നില്ല. ബാക്കപ്പ് എത്തിയിട്ടുണ്ട്. ഈ ഹെലി കുടുങ്ങി ചാവുമെന്നാണ് ഞാൻ തോന്നുന്നത്. ഹെലി എത്ര താത്തിയടാ പറത്തട. കളിയടാ ദാമു. ഗുഡ് നല്ല ഫൈറ്റ്, കിട്ടില്ല ഫൈറ്റ്. ഒരു കിഡിലം ബാക്കപ്പ്, കിഡില അടി. അത് നല്ല അടിയായിരുന്നു. ബാക്കപ്പ് ഓൺ ഫുഡ്, എല്ലാരും ഓൺ ഫുഡ്. നല്ല നിനക്ക് ഡിങ്ക് ഉണ്ടായിരുന്നു. നീ പെട്ടെന്നാ ചത്തത് അവ അടിച്ചപ്പോ. കുറച്ച്
ആ യവന്മാരും ഉണ്ട് മറ്റേ ഇവിടെ കുത്തിയടാ. അയ്യോ എല്ലാത്തിനും ഒരു അന്ത്യം ഇതാണോ? ആള് കുറഞ്ഞ നേരം മോട്ടൽ. പക്ഷെ എനിക്ക് മോട്ടല് ഭയങ്കര അഡ്വാൻറ്റേജ് പോലും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെ. മോട്ടൽ അഡ്വാൻറ്റേജല്ലടാ, മോട്ടലാണ് ഒരേ ഒരു മോട്ടലാണ് ഉള്ള ഒരു ബിൽഡിംഗ് മനസ്സിലായില്ലേ? പിക്ക് എടുക്കാൻ ചാൻസ് ഉള്ളതല്ല, എല്ലാ ആംഗിളും നോക്കത്തില്ല, പെട്ടെന്ന് വരുമ്പോ കൊറേ അതാണ് പിക്ക് എടുക്കാൻ പറ്റും. ബുള്ളറ്റോടെ ഹെലി ഇറക്കിയ പോലെ എനിക്ക് തോന്നുന്നു ബ്ലേഡിനെ അവിടെ ഓപ്പണിൽ കൊണ്ടുവരാനാണ് തോന്നുന്നു, സൈഡിൽ നിന്ന് അടിക്കാൻ വേണ്ടി. അല്ല ഹെലി നിർത്തിയിട്ട് അതിന്റെ മണ്ടക്കേറി അടിക്കാനാ. ഇല്ല അങ്ങോട്ട് എത്തൂല അടിച്ച. പപ്പടം ഒരു മണിയായിട്ടുണ്ട്. ഓക്കെ സെറ്റ്. ഹെലി കയറുന്നു. മലാക്ക് പുഷ് ചെയ്തു. ആയിട്ടുണ്ട്. ഓക്കെ സോളോ വേഴ്സസ് ഓക്സി. സോളോ ഡൗൺ ആയിട്ടുണ്ട്. സോളോ കയറി ഡൗൺ ആക്കി. ഓക്കെ സോളോ ഡൗൺ ആയിട്ടുണ്ട്. ആരിപ്പ വൈത്താളം ഇട്ടാരിപ്പം. അയ്യേ അയ്യേ തീട്ടം. ഓ എന്തിനോ മറ്റേ കണ്ണാവി പപ്പടം അപ്പുറത്ത് കയറി അടിച്ച്. അയ്യേ ബുള്ളറ്റ് അതിന്റെ മണ്ടക്കൊണ്ട് പുഷ് ചെയ്തിട്ടുണ്ട്. പപ്പടത്തിന് ഇവരുടെ പൊസിഷൻ ബ്ലേഡ് ഡൗൺ. ഡൗൺ ആണെന്നാണ് തോന്നുന്നത്. ഡയലോഗ് അവന്റെ ഡയലോഗ് നിൽക്കുമ്പോഴത്തേക്ക് ഓരോരുത്തർ അടിച്ചിട്ട് ഡയലോഗാ. അത് ഏത് കണക്കിലത്? ഏത് കണക്കിലത്? രണ്ടുപേരും അടിച്ചില്ലേ? കുറച്ച് ട്രൈ ഹാർഡ് ചെയ്യ മക്കളെ, കുറച്ച് ട്രൈ ഹാർഡ്. ഇനി ഇവന്മാരില്ല ഏത് ഗ്യാങ് ആണെങ്കിലും ഇത് നോക്കി വെച്ച സാധനമാണ് ഈ ട്രൈ ഹാർഡ്. നമ്മളെ ഊമ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. നമ്മളെ ഊമ്പിക്കുന്ന പരിപാടി ഉണ്ട്. ഡെയിലി വാറാണെന്നല്ലേ? ഓക്കെ ബ്രോ ഊമ്പിക്കോ ബ്രോ. ഇത് ടിവി ആണ് കേട്ടാ. ശരി ബാക്കി അങ്ങനെയൊക്കെ മേടിച്ചോ. സോളോ എനിക്ക് ഓക്സി അവിടെ 3 പിടിയിലും പിക്ക് എടുത്തിട്ട് 3 നിനക്ക് വന്ന അവിടെ എനിക്ക് വിഷയം. എല്ലാരും നന്നാവല്ലോ കളിച്ച് നല്ല രീതിയിൽ. ഈ ഒരു മൊട്ടൽ എന്ന് പറഞ്ഞ മോട്ടൽ ബിൽഡിങ്ങിനെ നൈസായിട്ട് 3 ആംഗിളിൽ നിന്ന് വിഷയമായിട്ട് അടിച്ചു കവറൊക്കെ ചെയ്ത് കിട്ടില്ലായിരുന്നു പുഷ്. ബുള്ളറ്റ് പ്ലസ് നല്ല രീതിയിൽ റൊട്ടേഷൻ ആയാലും ഹോൾഡ് ചെയ്താലും എല്ലാം അടിപൊളിയായിരുന്നു. 5v11 എത്രയായിരുന്നു? നമ്മൾ എത്ര അല്ലായിരുന്നടാ? നല്ല റൊട്ടേഷനും കുത്തിക്കലും പിക്ക് പോലെ തന്നെ നമ്മൾ അതും പറയണം കേസ്. റൊട്ടേഷൻ ആയാലും കവർ ചെയ്തായാലും അതെല്ലാം എല്ലാവരും അവരവരെ പാർട്ട് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു. പിക്കിൽ കാര്യമുണ്ട്, പക്ഷെ അതുപോലെ തന്നെ ഈ റൊട്ടേഷനിലും അതുപോലെ തന്നെ കവർ ചെയ്യുന്നതിലൊക്കെ ഒത്തിരി കാര്യമുണ്ട്. മനസ്സിലായില്ലേ? കുത്തിക്കുന്നവരെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ വലിയ കാര്യമാണ്. സത്യം പറഞ്ഞാൽ എല്ലാവരും അവരെ പാർട്ട് വിഷയമായിട്ട് ചെയ്തു. ജി ഞാൻ ചത്തത് പറയാൻ എന്റെ മിസ്റ്റേക്ക് ആണോ? ഞാൻ അറിയാതെ ഇറങ്ങിപ്പോയടാ അവിടെ. എനിവേ ഞാൻ എന്തൊരു കാര്യം പറയട്ടെ. ഇവന്റെ താളം ഉണ്ടായിരുന്നല്ലോ, ഇവന്റെ അവൻ സത്യം പറയാനൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ. അല്ലല്ല വീസി വെച്ച സരക്ക് എന്നോട് പറയുവാണേ, ബ്രോ ഞങ്ങള് ഡെയിലി വാർ അടിക്കുന്ന ടീംസ്, ആർപി ഒന്നും അല്ല, ഞങ്ങൾ ഇതിന് വേണ്ടി ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങൾ ഇതിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും വാർ വിളിച്ചോ, നമുക്കത് പെട്ടെന്ന് തന്നെ തീർത്തു തരാമെന്ന്.
ഇവിടെ അവന്മാര് ഗ്യാങ് രജിസ്റ്റർ ചെയ്ത് തന്നെ അടിച്ചു പഠിക്കാൻ വേണ്ടിയാണ്. ഇന്നത്തെ ഇലക്ഷന്റെ പ്രാക്ടീസ് കഴിഞ്ഞു അറിയിക്കുന്നു ഗൈസ്. അപ്പൊ ഇന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞു അവർക്ക്. അല്ല വേറൊരു സീൻ എന്ന് പറഞ്ഞാൽ നമ്മള് നല്ല രീതി കളിച്ചിട്ടോ. ഉള്ള കാര്യം പറയല്ലേ, ഒരു ആവശ്യമില്ലാത്ത കോൾസോ ഭയങ്കര ഓവർ അലപ്പോ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാരും നല്ല എല്ലാ സൈഡിലും നല്ല കോളുകളെ ഉള്ളായിരുന്നുള്ളൂ. വേറെ ഒത്തിട്ട അലപ്പ് കോളുകളൊന്നും ഇല്ലായിരുന്നു. നൈസായിരുന്നു.